ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു അടിപൊളി മസാല ഷവായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. അതും വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മസാലകളൊക്കെ വെച്ചിട്ടുള്ള ഷവായി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിപ്പോൾ ഇവിടെ 4 പീസിനുള്ള കണക്കാട്ടോ, 4 പീസ് ഷവായയ്ക്കുള്ള കണക്കാണ് പറയണത്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണതനുസരിച്ച് മസാലയ്ക്ക് മാറ്റം വരുത്താട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തൈരും, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം ഗരം മസാല, ഇത്രയും മാത്രം കേട്ടോ ഞാൻ മസാലപ്പൊടികളായിട്ട് ചേർക്കണുള്ളൂ. ഇനി കുറച്ചുകൂടെ എരിവ് വേണമെന്നുള്ളവർക്ക് സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഒരു പിടുത്തം കറിവേപ്പില, ഇത്രയിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്നങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മസാല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ. ഉപ്പ് ഈ മസാലയ്ക്ക് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്ക് നമുക്ക് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കാം കേട്ടോ. വൃത്തിയാക്കിയ ചിക്കൻ നല്ലതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്നങ്ങോട്ട് കുത്തി കൊടുക്കണം കേട്ടോ. എല്ലായിടവും എത്താൻ പാകത്തിന് നല്ലതുപോലെ അങ്ങ് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലായിട്ട് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കുത്തി കൊടുത്ത് ഒന്നോടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മസാലയൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ കൈവച്ച് തന്നെ തേച്ച് എല്ലായിടവും എത്തിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടുവേ. പിന്നെ നമ്മൾ എരിവുള്ള മസാലകളൊക്കെ പുരട്ടുമ്പോൾ കൈ പുകയാതിരിക്കാനായിട്ട് കയ്യിൽ സ്വല്പം എണ്ണയൊന്ന് ആക്കിയിട്ടങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ സോപ്പിട്ട് കൈയും കൂടെ കഴുകി കളഞ്ഞാൽ നമുക്ക് കൈ അങ്ങ് എരിയൊന്നുമില്ല കേട്ടോ. മസാലയൊക്കെ പുരട്ടി ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒപ്പം നമുക്കിനി മയോണൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു വലിയ കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. ഒപ്പം ഒരു 5 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ, പുളി കുറഞ്ഞ തൈര്, നല്ല കട്ട തൈര്. അപ്പോൾ ഇതുപയോഗിച്ചിട്ടാട്ടോ ഞാൻ മയോണൈസ് ഉണ്ടാക്കണേ. നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറ് നല്ലതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. കണ്ടോ, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് റെഡി ആട്ടോ. അപ്പോൾ ഇനി മയോണൈസ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വയ്ക്കുക ഗ്യാപ്പിൽ തന്നെ മയോണൈസ് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിഷിലും ലോ ഫ്ലെയിമിൽ 1 വിഷിലും, വെള്ളം ഒന്നും ചേർക്കാതെ വേവിച്ചെടുക്കണം കേട്ടോ. ശേഷം ബാലൻസ് വന്ന മസാല നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാല ആദ്യമേ തന്നെ അങ്ങ് ഇട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് മൂത്ത് വരുമ്പോഴേക്കും കുക്കറിൽ വെന്ത് വന്നിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ സ്വല്പം വെള്ളം ഉണ്ടാവും കേട്ടോ. ആ വെള്ളവും നമ്മൾ കളയാതെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ശേഷം ഈ വെള്ളവും മസാല എല്ലാം കൂടെ ഈ എണ്ണയിൽ കിടന്നങ്ങ് മൊരിഞ്ഞ് വറ്റി കുറുകി ഈ ചിക്കനിലേക്ക് അങ്ങ് പിടിച്ച് സെറ്റായി വരുമ്പോഴത്തേനും നമ്മുടെ ഷവായയുടെ പരിപാടി കഴിഞ്ഞ് ഇത് തിരിച്ചും മറിച്ചൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് മൊരിക്കേണ്ട, എങ്കിലും ഈ വെള്ളമൊക്കെ അങ്ങ് പറ്റി എല്ലാം ചിക്കനിൽ സെറ്റ് ആവണ വരെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചിക്കൻ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിടെ വീട്ടിൽ നാടൻ മസാലകളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഷവായ തയ്യാറാക്കി എടുക്കാം.
അപ്പോൾ അതേ ചിക്കനൊക്കെ അവിടെ സെറ്റായി. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സാദാ കിഴങ്ങ് നല്ലതുപോലെ അങ്ങ് കഴുകി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആകൃതിയിൽ അങ്ങ് കട്ട് ചെയ്യുക. സ്വല്പം ഉപ്പ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിടെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങ് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ആ പറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ള ആ മസാല കുറച്ചങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഷവായയുടെ പീസസ് ഓരോന്നായിട്ട് എടുത്തങ്ങ് വെച്ച് നല്ല ചപ്പാത്തിയോ കുബൂസോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ നല്ല അടിപൊളിയാട്ടോ. ഞാനിവിടെ ചപ്പാത്തി എടുത്തിട്ടുള്ള, അപ്പോൾ ചപ്പാത്തിയും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മയോണൈസും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ അല്ല നമ്മൾ വിരുന്നുകാരെ ഞെട്ടിക്കാനോ എങ്ങനെയാണെങ്കിലും നമുക്ക് സ്റ്റാർ ആവാം കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റും മതി, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്ന ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേരെ കേട്ടോ. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.